എയർപ്ലെയിൻ മോഡ് ഉപയോഗിക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ ഏറ്റവും മികച്ച ഉൽപ്പാദനക്ഷമത ടൂൾ എയർപ്ലെയിൻ മോഡാണ്. ഇല്ല എന്ന് കൂടുതൽ തവണ പറയുക. എല്ലാത്തിനും അതെ എന്ന് പറയുന്നത് നിങ്ങളുടെ സമയവും ഊർജവും അപഹരിക്കുന്നു. ഇല്ല എന്ന് പറയാൻ പഠിക്കുക. നിങ്ങൾക്ക് അറിയാത്തത് സമ്മതിക്കുക. എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അത് സത്യസന്ധതയും തുറന്ന മനസ്സും കാണിക്കുന്നു. മോശമായ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നത് നിർത്തുക. ഒരു പുസ്തകമോ സിനിമയോ വിരസമാണെങ്കിൽ നിങ്ങളുടെ സമയം പാഴാക്കരുത്. പശ്ചാത്താപം ഉപേക്ഷിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ മികച്ച തിരഞ്ഞെടുപ്പ് നടത്തുക. സ്വയം ക്ഷമിക്കുക. തീരുമാനങ്ങൾ ലളിതമാക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി തീരുമാനിക്കുന്നതിൽ നിന്നാണ് വിജയം വരുന്നത്. നിങ്ങളുടെ ദിവസം 3-3-3 എന്ന രീതിയിൽ ആസൂത്രണം ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും പ്രധാന ജോലി, ചെറിയ ജോലി, മെയിൻ്റനൻസ്. പീക്ക് എനർജി സമയത്ത് ജോലി ചെയ്യുക. നിങ്ങൾ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ദിവസത്തിൻ്റെ സമയം കണ്ടെത്തുകയും വലിയ ജോലികൾ അപ്പോൾ ചെയ്യുക. രാവിലെ ഫോൺ സ്ക്രോളിംഗ് ഒഴിവാക്കുക. നിങ്ങളുടെ പ്രഭാതം സമ്മർദ്ദത്തിലല്ല, സന്തോഷത്തിനായിരിക്കണം. നിങ്ങളുടെ ദിവസത്തിലേക്ക് സംഗീതം ചേർക്കുക. സംഗീതം നിങ്ങളുടെ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കുകയും ഏത് ജോലിയും കൂടുതൽ രസകരമാക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും രാവിലെ ശരീരത്തിന് ജലാംശം നൽകുക. ആദ്യം വെള്ളം കുടിക്കുക. അത് നിങ്ങളുടെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കുന്നു. 80% നിയമം പാലിക്കുക. 80% നിറയുന്നതുവരെ കഴിക്കുക. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഉച്ചയുറക്കം. ഒരു ചെറിയ ഉറക്കം പോലും നിങ്ങൾക്ക് മണിക്കൂറുകളോളം ഊർജം നൽകുന്നു. കൂടുതൽ എഴുന്നേറ്റ് നിൽക്കുക. ദിവസം മുഴുവൻ ഇരിക്കാൻ പാടില്ല. ഒരു സ്റ്റാൻഡിംഗ് ഡെസ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ സ്ട്രെച്ച് ബ്രേക്ക് എടുക്കുക. നിങ്ങളോട് ദയ കാണിക്കുക. നിങ്ങൾ സ്വയം സംസാരിക്കുന്ന രീതി പ്രധാനമാണ്. സ്വയം ശ്രദ്ധയോടെ പെരുമാറുക. നിങ്ങൾ ചിന്തിക്കുന്നതിലും കുറവാണ് ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നത്. മിക്ക ആളുകളും തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ന്യായപരിശോധനയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. 6 മാസത്തിൽ ഇത് പ്രാധാന്യമുണ്ടാകുമോ എന്ന് ചോദിക്കുക. പിന്നീട് പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ ഊർജം പാഴാക്കുന്നത് നിർത്തുക. ശരീരഭാഷയിൽ പ്രാവീണ്യം നേടുക. നല്ല ഭാവം, നേത്രസമ്പർക്കം, ആത്മവിശ്വാസമുള്ള ഹാൻഡ്ഷേക്ക് വളരെ ദൂരം പോവാൻ സഹായിക്കും. പേരുകൾ ഓർക്കുക. ആളുകൾ അവരുടെ പേര് ഓർക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നു. ആവശ്യമെങ്കിൽ അതെഴുതുക. ഊർജം നൽകുന്നവർക്ക് ചുറ്റുമായിരിക്കുക. നിങ്ങളെ തളർത്തുന്ന ആളുകളുമായി കുറച്ച് സമയം ചെലവഴിക്കുക. വിഷമുള്ള ആളുകളോട് വിട പറയുക. ആരെങ്കിലും നിങ്ങളോട് നന്നായി പെരുമാറുന്നില്ലെങ്കിൽ അവരെ വിട്ടയക്കുക. കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം കമ്പനി ആസ്വദിക്കാൻ പഠിക്കുക. ലക്ഷ്യങ്ങൾ എഴുതുക. അവരുടെ ലക്ഷ്യങ്ങൾ എഴുതുന്ന ആളുകൾ വിജയിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ലക്ഷ്യങ്ങൾ സ്വയം സൂക്ഷിക്കുക. അവ വളരെ നേരത്തെ പങ്കിടരുത്. അതിൻ്റെ തന്ത്രങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന് നിവൃത്തിയേറിയതായി തോന്നും. ധനകാര്യം ലളിതമാക്കുക. 50-30-20 റൂൾ ഉള്ള ബഡ്ജറ്റ്. 50% ആവശ്യങ്ങളും 30% ആഗ്രഹവും 20% സമ്പാദ്യവും. ആരോഗ്യത്തിനും സമയത്തിനും വേണ്ടി വാങ്ങുക. നിങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതോ സമയം ലാഭിക്കുന്നതോ ആയ ഇനങ്ങൾ തിരഞ്ഞെടുക്കുക. വാങ്ങുന്നതിന് മുമ്പ് താൽക്കാലികമായി നിർത്തുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും വാങ്ങുന്നതിന് മുമ്പ് 3 ദിവസം കാത്തിരിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉപയോഗിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുക. ഉത്തരവുമായി ഉണർന്നേക്കാം. ഷോപ്പിംഗ് സമയത്ത് ഡീക്ലട്ടർ. ഓരോ പുതിയ ഇനത്തിനും ഒരു പഴയ ഇനം സംഭാവന ചെയ്യുക അല്ലെങ്കിൽ വിൽക്കുക. നിങ്ങൾ യഥാർത്ഥ വ്യക്തിയായിരിക്കുക. വ്യത്യസ്തനായിരിക്കുക എന്നതാണ് നിങ്ങളുടെ ശക്തി. നിങ്ങളെ അദ്വിതീയമാക്കുന്ന കാര്യത്തിലേക്ക് ചായുക.